അപ്പോൾ ഞാനിവിടെ കുറച്ച് സാമ്പാർ പൊടിക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സ്ഡ് ഉണ്ടാക്കുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സാമ്പാർ പൊടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ നമ്മളെ വീട്ടിൽ കുറച്ച് സാമ്പാർ പൊടി കൊടുന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ കുപ്പിക്ക് ഇട്ട് കൊടുത്താണ്. ഇതിൻ്റെ കളറൊക്കെയാണ് ഒരുമാതിരി ഒരു കളറ്. ഇതിൽ നിറയെ കൊത്തമ്പാലിൻ്റെ ചൊയ്യാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ കുറച്ച് പൊട്ടുകടലയും ജീരകവും കുരുമുളകും ഉണക്കമുളകും ഒക്കെ കൂടി വറുത്തുകാണ്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ വിചാരിച്ച് കണ്ടട്ടോ ഈ ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് ചേർക്കണത്. പൊട്ടുകടല ഞാൻ ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് കഷ്ടിച്ച് 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വലിയ ജീരകം എടുത്തു. ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് കുരുമുളക് കൊടുത്തു. പിന്നെ ഒരു 200 ഗ്രാം വറ്റൽമുളകാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേറൊരു സാമ്പാറിൻ്റെ പൊടി കായ അതേമാതിരി തേങ്ങ ഇട്ടുകാണ്ട് ഉള്ളൊരു സാമ്പാർ ഞാൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കും വേണം. പൊട്ടുകടല ഇട്ട് കൊടുക്കണം ആദ്യം. ഞാൻ ഇപ്പോൾ വേറൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞില്ല. അത് ഞാൻ സലോ കിച്ചണിൽ കണ്ടതാട്ടാ. അങ്ങനെയാണ് എനിക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ തോന്നിയത്. അല്ലാതെ എൻ്റേതായിട്ടുള്ള റെസിപ്പി അല്ല. പക്ഷേ സലോ കിച്ചണിൽ ചെയ്ത അതേപോലെ കറക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തിക്കണം മാത്രം. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. പിന്നെ സലോ കിച്ചണിൽ ഉണ്ടാക്കിയ റെസിപ്പി കാണുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ അതിലുള്ള വ്യത്യാസം കേട്ടോ. കേട്ടോ പിന്നെ ഞാൻ കായപ്പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല. അതൊക്കെ നമ്മൾ ആ സാമ്പാർ പൊടി പാക്കറ്റിലും ചേർത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വേണ്ടി വരില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കട്ടക്കായ ഇല്ല കേട്ടോ. കട്ടക്കായ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ അത് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനത് കുറേ ദിവസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ മുളക് വാങ്ങിച്ചിട്ടാണ് ഇതും കുറച്ച് മുളക് ഉള്ളത്. അപ്പോൾ ആ മുളക് നമുക്ക് കഷ്ണം മുറിച്ചിട്ട് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം കിറ്റ് കിട്ടിയപ്പോൾ നമുക്ക് മുളക് പൊടിക്കും അതിൽ മുളകാട്ട കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എന്തായി വെച്ചാൽ എനിക്ക് നല്ല സന്തോഷമായി. ആ മുളക് എടുത്തിട്ടാണ് ഈ ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വറന്ന് വന്നതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഒന്ന് ഇതേമാതിരി പൊട്ടിച്ച് വെക്കുക. നല്ല ചൂടായിക്കാണ്ട് വരണം. പിന്നെ നമ്മളെ ജീരകം ഉണ്ടല്ലോ അത് പൊട്ടണ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ, പൊട്ടിത്തെറിക്കണ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ നമ്മൾ കടലയിലൊക്കെ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അത് നമ്മളെ മുളകൊക്കെ വരും. മുളകിന് വേഗം കാറൽ വരും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന മാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. റൂമിലൊക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ് അങ്ങനെ ആവണത്. പിന്നെ ഓരോ നാട്ടിലും ഓരോ തരമായിരിക്കും സാമ്പാർ വെക്കൽ. അത് സലൂ കിച്ചണിൽ പറഞ്ഞത് തമിഴന്മാരെ സാമ്പാർ എന്നാണ്. പക്ഷേ നമുക്കിവിടെ ഒറിജിനൽ തമിഴന്മാർ തന്നെയാണ് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കി തന്നത്. പക്ഷേ ആ ഭാഗത്തേക്കുള്ള ഓരോരോ സ്ഥലങ്ങൾക്ക് വ്യത്യാസമായിരിക്കും കേട്ടോ അത്. പക്ഷേ അതിൽ സാമ്പാറിന് കഷ്ണങ്ങളൊന്നും ഇടാതെയാണ് സാമ്പാർ വെച്ചത്. നമ്മളെ കടലപ്പരിപ്പ് ഒരുവിധമൊക്കെ വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മുളക് ഒന്നും കൂടി വറുത്തെടുക്കണം. അപ്പോൾ കടലപ്പരിപ്പും ജീരകവും അതേപോലെ കുരുമുളകൊക്കെ കൂടി ഉണ്ടല്ലോ മിക്സിഡ് അതിട്ട് കോരിയെടുക്കട്ടോ. അത് ഇട്ടാൽ കൂടുതൽ കരിഞ്ഞു പോകും. അപ്പോഴാണ് ഞാൻ ഓർത്തത് ആദ്യം അത് കൊണ്ട് മിക്സാക്കിയാണ്ട് എടുക്കണമായിരുന്നു. അപ്പോൾ മുളക് ആണെങ്കിലോ വീണ്ടും ചൂടായി വന്നിട്ടുമില്ല.
അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ മുളക് മേൽക്ക് വരികയാണ്, പരിപ്പും കടലയൊക്കെ പിന്നെ അടിയിൽ തന്നെ കെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് പെട്ടെന്നുകൊണ്ട് വറന്നെടുക്കാൻ സുഖമാണ് കേട്ടോ. നമ്മൾ കടലൊക്കെ കോരിയതുകൊണ്ട് നേരെ ചട്ടിയിൽ തന്നെയുള്ള ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് ചൂടായി നല്ലൊന്നും ചൂടായാൽ നമുക്ക് ഇതുകൊണ്ട് ഓഫ് ചെയ്യാം. ഒന്നുമില്ല കേട്ടോ, കണ്ടില്ല നിങ്ങൾ, അതെന്തായാലും പോരില്ല. അത് എടുത്തില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ നമുക്ക് അടിക്ക് മുളക് ചൂടായി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തത്. കനമുള്ളതാവുമ്പോൾ അത് അടിയിൽ കിടക്കുമല്ലോ. ഇതിപ്പോൾ കംപ്ലീറ്റും ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാരിയെടുക്കാം. സലൂ കിച്ചനിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാം. അത് കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഞാൻ സ്പെഷ്യലായിട്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയെടുക്കുകയാണ്. അതിലെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ പരിപ്പും ഇതൊക്കെ വറുത്ത കൂട്ടത്തിൽ കൂടെ തേങ്ങ ഇട്ട് കൊടുത്തേക്കാണ്. സാമ്പാർ കായും അതിൽ ഇട്ട് കൊടുത്തേക്കാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചത് എടുത്താൽ മതി വിചാരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അവരും പറഞ്ഞത് തമിഴന്മാരെ സാമ്പാറാണെന്നാണ്. അപ്പോൾ ആ ഭാഗത്തുള്ളവരെ സാമ്പാറായിരിക്കും അത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു വല്യുള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലോണ്ട് വഴന്ന് വന്നോട്ടെ. പിന്നെ കരിവേപ്പിൻ്റെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട പരിപ്പാണിത്. ഞാനിത് 1.5 ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഒരു 10-12 ചീനാമുളകും ഒരു പഴുത്ത മുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പ് വേവിക്കുമ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ആക്കുമ്പോൾ തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരമുറി, ചെറിയ തേങ്ങൻ്റെ മുറിയാണ്, അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഈ എണ്ണയിൽ കിടന്നുകൊണ്ട് മുരിഞ്ഞോട്ടെ. ഇത് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, നല്ല ഒന്ന് ചൂടായാൽ മതി. ഇനി മതി ഇട്ട ഇനി തീ ഓഫ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ ചട്ടിയിൽ കിടന്നുകാണ്ടുള്ള ചൂടാകലുണ്ടല്ലോ അതും മതി. ഇനി പിന്നെ ഇത് നല്ലോണം ചൂടാറണം. നമുക്ക് ഇത് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മിക്സിയിൽ ഇട്ട് അരക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് പാട്ടിൽ കിടന്ന് ചൂടാറിക്കോട്ടെ. പിന്നെ ഇതിലേക്ക് വേണ്ട മുളക് ഞാൻ വറുത്ത് വെച്ചിന്ന് ഒരു 10 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും വലിയ ജീരകവും കടലും കൂടി അതും ഇതിലേക്കുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലാണ് മിക്സ് ആക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറ് നല്ലതായിട്ട് ഉണങ്ങിയൊരു ജാറ് വേണം സാമ്പാർ പൊടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം എടുത്തതാണ് ഈ വീഡിയോ. പക്ഷെ അവർ കൊത്തമ്പാലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളാരെയും ഉണ്ടാക്കിയവർക്ക് അങ്ങനെ തോന്നിക്കണേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാളിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ സാമ്പാർ പൊടി 250 ഒരു പാക്കറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ കളറ് വളരെ കുറഞ്ഞ കളറുള്ള ഒരു കുത്താണ് അതിന് വരുന്നത്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, പുറത്ത് കിടണ്ടല്ലോ വിചാരിച്ച് ഇതും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക വിചാരിച്ചിട്ടാണ്. സാമ്പാർ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകാണ്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാർ കായും കൂടി ടേബിൾ സ്പൂൺ സാമ്പാർ കായ ഇട്ട് കൊടുക്കണം. കായപ്പൊടി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തരിച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കട്ട കെട്ടാതെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കട്ടയൊക്കെ ഉടഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് തരിച്ചു കൊടുക്കണം. അല്ലാഞ്ഞാൽ അത് തരിക്കേണ്ട ഒരു ആവശ്യമില്ല, നല്ലോണം പൊടിച്ചെടുത്താൽ തന്നെ മതി. നമ്മളിത് കുറേ ദിവസം ഇരിക്കണമല്ലേ, അപ്പോൾ എപ്പോഴും ഇവിടെ സാമ്പാറൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തരിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഒക്കെ തരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പ് തീമാക്കാം. അപ്പോൾ ഞാൻ പരിപ്പും ചീനാമുളകും ഒരു പച്ചമുളക് അത് പഴുത്തതുണ്ട്, ഇത് മരത്തുമ്പോൾ നിർത്താം കേട്ടോ. ലേശം കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകാണ്ട് ഇതൊന്ന് 2 വിസിൽ അടുപ്പിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ആ മിക്സിയാണിത്. അപ്പോൾ ഇത് തരിച്ചപ്പോൾ കുറച്ച് തരി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ പൊടിച്ചാൽ നിന്നില്ല. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച്. ഇനി നമ്മൾ തേങ്ങ, വല്യുള്ളി, തക്കാളി, വലിയ ജീരകം, കുരുമുളക്, പൊട്ടുകടല, കരിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി, വല്യുള്ളി എല്ലാം കൂടി ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തതാണ്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് കണ്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ മിക്സിയിലെ തേങ്ങ അരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ സാമ്പാർ പൊടിയൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കുപ്പിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് നല്ലവണ്ണം കാറ്റ് കടക്കാത്ത കോലത്തിൽ അടച്ച് വെച്ചാൽ നമ്മുടെ സാമ്പാർ പൊടിക്ക് ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഇത് 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫാക്കിട്ടാ. അപ്പോൾ നമ്മൾ ഇത് അരച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി അരച്ചത് ഞാൻ ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കണം. കാരണം വെച്ചാൽ ഈ മിക്സിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മിക്സിൻ്റെ അടിക്ക് കേടാണ്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ റെഡിയാക്കണ നേരത്തെ കണ്ട് ഗേറ്റിങ്ങിൽ ഭയങ്കര സൗണ്ട്. അപ്പോൾ പോയി നോക്കുമ്പോൾ പൈപ്പ് ലൈൻ കീറുകയാണെന്ന് പറഞ്ഞു. JCB ആയിട്ട് അത് കീറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കാക്കാനെ ചോറ് കഴിച്ചാൽ വിളിക്കാച്ചിട്ടാണ് പോയത്. അപ്പോൾ കാക്ക അവിടെ നമ്മൾ പിന്നെ അതിൻ്റെ അടിയിൽ ഓവാലം നമ്മൾ വീട്ട് തൊടുക്കാണ് കീറിയിട്ടുണ്ട്. അതിൻ്റെ മേലെ സ്ലാബ് ഇട്ടിക്കണം. നമ്മളായിട്ട് തന്നെ ചെയ്തതാണത്. അപ്പോൾ ആ സ്ലാബുമ്മ തൊട്ടോ വിചാരിച്ച് കാക്ക അത് കീറി കഴിയുന്നത് വരെ അവിടെ തന്നെ നിന്നു. പിന്നെ നമുക്കന്ന് വൈകുന്നേരം ഫിസിയോതെറാപ്പിക്ക് പോകാനുള്ളതുകൊണ്ട് അവരോട് നമ്മുടെ മുന്നിൽ വേഗം പൈപ്പ് ഇട്ടിട്ട് അത് അടച്ച് തരണം, മണ്ണിട്ട് തരണം എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചുകൊണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഞാനൊരു പേപ്പർ വെച്ചതാട്ടോ, കടുവൊക്കെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാതെക്കാൻ. അപ്പോൾ കടു ഇട്ട് കൊടുത്ത് അത് പൊട്ടിത്തെറിച്ച് കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ അതിക്ക് ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ മൂടിൻ്റെ മേലെ തന്നെ വെച്ചതാണ്. അത് എന്താ വെച്ചാൽ ഗ്യാസ് നമുക്ക് തെറിക്കാതെക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. ആ കായപ്പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു പകുതി വല്യുള്ളി, ഒരു ചെറിയ ഒരു തക്കാളിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളകും. അത് ജസ്റ്റ് ഒന്ന് വയന്ന് വരണം. അതിൻ്റെ ശേഷം നമുക്ക് ആ അരച്ച് വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ, തേങ്ങ, അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ കുറച്ചൊരു മഞ്ഞൾ ഇട്ട് കൊടുത്തു. മഞ്ഞളിൻ്റെ ഒരു കളറിൽ അതൊരു മധുരമായി തോന്നിയപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെയാണ് ഞാൻ അരച്ച് വെച്ച തേങ്ങ, പൊട്ടുകടൽ, പിന്നെ കുരുമുളക്, വലിയ ജീരകം കൂടി നമ്മളെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തളിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും മുളകൊക്കെ കൂടി മിക്സ് ചെയ്ത് കണ്ട് അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിക്ക് കഷ്ണങ്ങളൊന്നും ഇടാതെ കേട്ടോ സലൂക്കിച്ചൽ വെച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെയാണ് ഞാനും വെക്കുന്നത്. കഷ്ണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ടേസ്റ്റിൽ ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം കുറച്ച് പുളി അതിക്ക് കലക്കി ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ് നോക്കിയതിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടായിരുന്ന മല്ലിൻ്റെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ആ മല്ലിൻ്റെ ഇല പൊടിയാക്കി അരിഞ്ഞത് ഒന്നും കൂടി അതിക്കിട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്നും സലൂക്കിച്ചലില്ലാത്തതാണ് കേട്ടോ. ഈ മല്ലിച്ചപ്പിൻ്റെ ഇട്ടിട്ടുള്ളത്, കരിവേപ്പിൻ്റെ ഇല ഇടുന്നത്, അതായത് ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ട് ചേർത്ത് കൊടുത്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സലൂക്കിച്ചലിലാണ് ഞാനിത് കണ്ടത്. അതിൽ നിന്ന് ഞാനൊരു വെറൈറ്റി വ്യത്യസ്തപ്പെടുത്തിയതാണ്, അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയല്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം
ഇത് നമുക്ക് എടുത്ത് വെക്കാം. അത് ഇത്രയാണ് ഇന്ന് നമ്മളൊരു വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സാമ്പാർ ഉണ്ടാക്കലും സാമ്പാർ പൊടി നമ്മൾക്ക് റെഡിയാക്കി എടുക്കണം ഈ 2 വിഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.